ലൈഫ് പദ്ധതി നിർത്തലാക്കാൻ UDF സർക്കാർ ആലോചിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ അതിശക്തമായ പ്രതിഷേധവുമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ തദ്ദേശ മന്ത്രി MP രാജേഷും ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. 6 ലക്ഷത്തോളം പേർക്ക് കിടപ്പാടം ഉറപ്പാക്കിയ പദ്ധതി നിർത്തലാക്കാൻ അനുവദിക്കില്ല എന്നാണ് CPM പറയുന്നത്. പദ്ധതി നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പഠനത്തിന് ശേഷം എന്ത് തീരുമാനമെടുക്കുമെന്നും തദ്ദേശ മന്ത്രി KM ഷാജി വിശദീകരിക്കും. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനും ആസൂത്രണവും വികസനവും വികേന്ദ്രീകരിക്കാനും ശ്രമിക്കും എന്നും മന്ത്രി പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യമായ വികേന്ദ്രീകൃത ആസൂത്രണം UDF ഏറ്റെടുത്തു. തദ്ദേശ സ്ഥാപനങ്ങളെ UDF എങ്ങനെ ശക്തിപ്പെടുത്തും? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മൾ അതിഥികളായി മുസ്ലിം ലീഗ് വക്താവ് CK ഷാക്കിർ, CPM വക്താവ് D സുരേഷ് കുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ എന്നിവർ. ആദ്യം CK ഷാക്കിർ, ഈ ലൈഫ് പദ്ധതി നിർത്തലാക്കും എന്ന് കേൾക്കുന്ന വാർത്തകൾ ശരിയാണ്? അതെ, ലൈഫ് പദ്ധതി നിർത്തലാക്കിയിട്ട് ജനങ്ങൾക്ക്, കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വീടില്ലാത്ത ഒരു കേരളമാക്കി മാറ്റുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ലൈഫ് പദ്ധതി ഒരുപാട് ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയതാണ്. നമ്മൾ അധികാര വികേന്ദ്രീകരണമാണ് യഥാർത്ഥത്തിൽ കാലങ്ങളായി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ലൈഫ് പദ്ധതി എന്നുള്ളത് അധികാര കേന്ദ്രീകരണമായി മാറിയിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിക്കാൻ നേരത്തെയൊക്കെ 972 മുതൽ, എൻ്റെ ഓർമ്മ ശരിയാണ്, 972 മുതൽ ലക്ഷം വീട് മുതൽ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ 2016-17 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി വഴി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ വീടില്ലാത്ത ആളുകൾ, ഭവനരഹിതരായ ആളുകൾ, നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു ഇവരെ ഇതിൽ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ഇവരെ ഈ നടപ്പിലാക്കുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ MP രാജേഷ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ഒരു കുറിപ്പ് നിങ്ങൾ അജിത്ത് കണ്ടു കാണും. അതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ കണക്കുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതെന്ന് അറിയില്ല. ഏതായാലും ഒരു കാര്യം നമുക്കറിയാം, എന്താണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രശ്നം? എന്താണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ പ്രധാന പ്രശ്നം? ഈ ഒരു നാട്ടിൽ വീടില്ലാത്ത മനുഷ്യന് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് അവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ ഗ്രാമസഭയും ഒക്കെയാണ്. ഈ ഗ്രാമസഭയെയും ജനപ്രതിനിധികളെയും നോക്കുകുത്തിയാക്കിയാണ് ഈ ലൈഫ് മിഷൻ അടുത്ത് അതിൻ്റെ പ്രോസസ്സ് നടന്നു. ഗുണഭോക്താക്കളെ കണ്ടെത്തുന്ന സംസ്ഥാന സർക്കാർ നേരിട്ടാണോ? അതെ, അത് VOക്ക് വഴിയാണ്. പക്ഷെ അത് പഴയ 2016 മുമ്പ് നമുക്കറിയാം, അത് ഗ്രാമസഭകളിൽ ആളുകളെ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ വരുന്നു. അതിനുശേഷം വികസന സമിതി ചേർന്ന് മെമ്പറുടെ നേതൃത്വത്തിൽ അത് ആളുകളെ തീരുമാനിക്കുന്നു. വീണ്ടും അത് അംഗീകാരത്തിന് വേണ്ടി ഗ്രാമസഭകളിൽ വരുന്നു. അങ്ങനെ ഒരു ജനകീയമായ പ്രോസസ്സ്. കൃത്യമായി ആ നാട്ടിൽ ആർക്കാണ് ആദ്യം വീട് വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ വലിയൊരു പ്രശ്നം എന്താ അറിയാം ജിംസെ? അതായത് ഷാക്കിർ പറയുന്ന മുമ്പ് ഗ്രാമസഭകളായിരുന്നു ഗുണഭോക്താക്കളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ അതെ. മാത്രമല്ല വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇവർ വീട് കൊടുക്കുള്ളൂ. റേഷൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ വീട് വേണം. ഇത് നമ്മൾ നിരന്തരമായി പറയുന്നതാണ്. ഇതിലെ പ്രശ്നം പരിഹരിക്കണം. കാരണം ഇത് യഥാർത്ഥത്തിൽ പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയല്ല. ഇതിൽ നമുക്കറിയാം, ഭവന സമുച്ചയവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടി ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഇതിന് തൊട്ടടുത്ത് മാവൂരിൽ 2020 ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഭവന സമുച്ചയമുണ്ട്, 2.25 ഏക്കറിൽ. അന്ന് തറക്കല്ലിട്ടു എന്നല്ലാതെ ഇതുവരെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടില്ല. ഒരു കല്ല് പോലും വെച്ചിട്ടില്ല, ഒരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കേരളക്കരയിൽ ഒന്നാകെ പ്രഖ്യാപനങ്ങളല്ലാതെ ഈ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന, ഭവനരഹിതരില്ലാത്ത കേരളം അത് എന്താ പറയുക, ആ രീതിയിലേക്ക് ഒരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഗ്രാമതലത്തിൽ ഗ്രാമസഭകൾക്കും ജനപ്രതിനിധികൾക്കും 6 ലക്ഷം വീടുകൾ 10 വർഷം കൊണ്ട് നിർമ്മിച്ചു എന്നാണ് LDF സർക്കാരിൻ്റെ അവകാശവാദം. ഇത് നിങ്ങൾ നോക്കൂ, 1 ലക്ഷം രൂപയാണ് കേരള ഗവൺമെൻറ് ഇതിലേക്ക് കൊടുക്കുന്നത്. ബാക്കി 3 ലക്ഷവും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ്. ഇവർ എല്ലാ പരിപാടികളിലും പോലെ അധികാര കേന്ദ്രീകരണമാണ് ഒരു പ്രശ്നം. മറ്റൊന്ന് വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ്. ഇത് രണ്ടിനെയും നമ്മൾ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കണം. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വേണം. അതിന് സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി നേരിട്ട് അതാത് പ്രദേശത്തെ ആരാണോ ഈ വീടിന് ആദ്യം അർഹര് അവർക്ക് വീട് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് UDF ഗവൺമെൻറ് ആലോചിക്കുന്നത്. അത് നമ്മൾ ഭരണത്തിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നേ ഉള്ളൂ. ശരി. അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, UDFിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ലൈഫ് പദ്ധതിക്കെതിരെ, അവർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഉന്നയിക്കുന്ന ആക്ഷേപം, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ലൈഫ് പദ്ധതി. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് പദ്ധതി വഴി വികേന്ദ്രീകൃത ആസൂത്രണം അട്ടിമറിക്കപ്പെടുന്നു. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന ഗ്രാമസഭകളുടെയും പഞ്ചായത്തുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും അധികാരത്തെ ഇല്ലാതാക്കുന്നു, അതിനെ ബൈപ്പാസ് ചെയ്യുന്നു. മറ്റൊന്ന്, ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലൈഫ് പദ്ധതിക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിൽ 20% സംസ്ഥാന സർക്കാർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ട, ഭരണഘടനാപരമായി തന്നെ അവരുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യത്തെ സംസ്ഥാന സർക്കാർ ബൈപ്പാസ് ചെയ്തെടുക്കുന്നു എന്നുള്ള ഒരു കാമ്പുള്ള വിമർശനമാണ് അന്ന് അവർ ഉന്നയിച്ചത്. ഇന്ന്
മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, ആസൂത്രണവും വികസനവും വികേന്ദ്രീകരിക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ മുദ്രാവാക്യമായിരുന്നില്ലേ? നോക്കൂ അജിംസ്, ഒരല്പം വിശദമായി തന്നെ ഇതിന് മറുപടി പറയാൻ എനിക്ക് അവസരം നൽകണം. ഒന്ന്, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഒന്നുകിൽ ഈ കാര്യങ്ങളെ കുറിച്ച് നന്നായി അപഗ്രഥിച്ചിട്ടല്ല ഇവിടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതല്ലെങ്കിൽ വളരെ കൃത്യമായി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇവിടെ നടന്നു വരുന്ന ഈ പദ്ധതിയെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരത്തക്ക വിധത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് ആ സുഹൃത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ്. വേണ്ടത്ര നിലയിൽ വീടുകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. നോക്കൂ, 6,08,845 പേർ കരാർ വെച്ചു, 5,00,000 പേർ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു, ബാക്കി 1,00,000 ആളുകളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം സുഗമമായി തലചായ്ക്കാൻ ഇടമില്ലാത്ത പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുത്ത ഒരു വലിയ ബൃഹത് പദ്ധതിയെ ലക്കും ലഗാനുമില്ലാതെ അതിനെ മുളയിലെ തന്നെ അതിൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ, കരിമ്പിൻ കാട്ടിൽ ആന കയറിയതുപോലെ നശിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 1957 EMSൻ്റെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ ബില്ല്, ആ ഭൂപരിഷ്കരണ ബില്ലിലൂടെയാണ് കേരളത്തിലെ പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഇടം കിട്ടിയത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബില്ല്, തലചായ്ക്കാൻ ഇടം കിട്ടിയ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെ ആ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജാതിമത ശക്തികളുടെയും പിന്തുണയോടുകൂടി ആ സർക്കാരിനെ അട്ടിമറിച്ചൊരു ചരിത്രം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അല്ല, ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമസഭകളല്ല, അത് VEOമാരാണ് എന്നാണ്. അത് ശരിയാണോ? ഞാൻ അതിലേക്കാണ് വന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുന്നത് ഓരോ ഗുണഭോക്താവും ഓൺലൈൻ വഴിയാണ്. അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നു. അവരുടെ വീടിൻ്റെ നിലവിലുള്ള വീടിൻ്റെ ഫോട്ടോ അടക്കം എടുത്ത് അപ്ലോഡ് ചെയ്ത് ആ വീടിനെ സംബന്ധിച്ചുള്ള ഫിസിക്കൽ വെരിഫിക്കേഷൻ ആദ്യഘട്ടത്തിൽ നടത്തുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു എന്തെങ്കിലും മാനിപ്പുലേഷൻ അതിനകത്തുണ്ട് എങ്കിൽ അവർക്ക് ഒന്നാം ഘട്ടത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അപ്പീൽ നൽകാം. രണ്ടാം ഘട്ടത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാം. നിങ്ങൾ നോക്കൂ, വളരെ സുതാര്യമായി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് ഗ്രാമസഭ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് ഉദ്യോഗസ്ഥരാണ്, ഇതിന്റെ അനുമതി കൊടുക്കുന്നത് കളക്ടറാണ്. ഇതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ റോൾ എന്താണ് സുരേഷ് കുമാർ? അല്ലല്ല, തെറ്റു പറയരുത്. ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് സുരേഷ് കുമാർ. ഉദ്യോഗസ്ഥർക്കാണ് ഞാൻ ചോദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് അതിനുള്ള അധികാരം എന്താണെന്നാണ് സുരേഷിന്റെ ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് അതിപ്പോ എവിടുത്തെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ. എന്റെ ചോദ്യം, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് അതിനുള്ള റോൾ എന്താണ്? 2020-25 കാലയളവിൽ ഒരു പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരുന്നയാളാണ് ഞാനത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല, ഞാൻ പറയുന്നതാണ്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പൂർണ്ണ അധികാരം ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുക്കാനും അവർക്ക് അവസാന ഗഡു തുക വരെ കിട്ടി പണി പൂർത്തീകരിച്ചു എന്ന രൂപത്തിലേക്ക് അതിൻ്റെ മുഴുവൻ മേൽനോട്ട ചുമതലയും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സമിതികൾക്കായിരിക്കും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അവിടെ സൂപ്പർവിഷനാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ജെയിംസ്. അല്ലല്ല, ഇപ്പോൾ ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഗ്രാമപഞ്ചായത്താണെങ്കിൽ അതിൻ്റെ ആദ്യം മുതൽ അപേക്ഷ സ്വീകരിക്കുന്നത് മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ബെനിഫിഷ്യറിയെ അംഗീകരിക്കുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയാണ്. അത് ആരുടെ അംഗീകാരത്തോടു കൂടിയാണ്? ഗ്രാമസഭയുടെ അംഗീകാരത്തോടു കൂടിയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയുടെ കൂടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഓരോ വിഹിതവും നൽകുന്നത്. അത് ലിൻഡിലായിരുന്നാലും ബേസ്മെന്റിൽ ആയിരുന്നാലും ശരി, ലിൻഡിലായിരുന്നാലും ശരി, അങ്ങനെ ഓരോ ഘട്ടത്തിലെയും കൃത്യമായ പരിശോധന നടത്തിയാണ് കൊടുക്കുന്നത്. സുരേഷ് കുമാർ, എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ചോദിക്കുകയാണ്. അങ്ങ് തന്നെ പറഞ്ഞു ഇതിന്റെ അപേക്ഷ സെൻട്രലൈസ്ഡ് ആയിട്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്. അപേക്ഷ ആരാണ് പരിശോധിക്കുന്നത്? പഞ്ചായത്ത് കമ്മിറ്റിയാണോ? അല്ലല്ലോ.
തീർച്ചയായിട്ടും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹെൽപ്പ് ഡെസ്ക്, ഇപ്പം നമുക്കറിയാം എല്ലാവർക്കും ഓൺലൈൻ വഴി അപേക്ഷ നൽകാൻ പാവപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവരെ സഹായിക്കുന്നതിന് വേണ്ടി അതാത് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്കുകളെ സമീപിക്കുന്ന ആളുകൾക്ക് അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, ഒരാൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാൾ ആ ഭവനത്തിന് അർഹനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നു. അതായത് ആ ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ റോൾ എന്താണ്? പഞ്ചായത്ത് കമ്മിറ്റിയാണോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്? ഒറ്റ ചോദ്യം. തീർച്ചയായിട്ടും പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെടുന്ന ലിസ്റ്റ് മാത്രമേ, ആ ലിസ്റ്റ് അംഗീകരിക്കുന്ന ആ കമ്മിറ്റി തീരുമാനപ്രകാരം അംഗീകരിക്കുന്ന ലിസ്റ്റ് മാത്രമേ മറ്റൊരാൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പഞ്ചായത്തിനല്ലേ അപേക്ഷ കൊടുക്കേണ്ടത്? സുരേഷ് കുമാർ, പഞ്ചായത്തിനാണല്ലോ അപേക്ഷ കൊടുക്കുന്നത്. ഈ അപേക്ഷ നിങ്ങൾ പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ട് വെബ്സൈറ്റിലാണ് ആഡ് ചെയ്യുന്നതാണ്. നോക്കൂ അജിംസ്, ലൈഫ് മിഷൻ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് വെരിഫിക്കേഷൻ നടത്തി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്ന ബെനിഫിഷ്യറിയെ മാത്രമേ, ആ ഗ്രാമസഭയും പഞ്ചായത്ത് കമ്മിറ്റിയും അന്തിമമായി തീരുമാനിക്കുന്ന ബെനിഫിഷ്യറിയെ മാത്രമേ തെരഞ്ഞെടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതായത് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ലൈഫ് മിഷന്റെ കേന്ദ്ര ഓഫീസിലേക്ക് കൊടുക്കുകയും അവരത് വെരിഫൈ ചെയ്യുകയാണോ? അതല്ല, ലൈഫ് മിഷൻ കുറച്ച് പേരെ തെരഞ്ഞെടുത്ത് അത് പഞ്ചായത്ത് കമ്മിറ്റി വെറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, ഈ പറഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി നേരത്തെ തന്നെ വെരിഫിക്കേഷൻ, BEOയുടെ നേതൃത്വത്തിലുള്ള വെരിഫിക്കേഷൻ നടക്കും. അതിനകത്ത് ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ്സ്, ജനപ്രതിനിധികൾ, അവർ ഈ സ്ഥലം, അവർക്ക് സുപരിചിതമായ സ്ഥലമാണല്ലോ, അവരും അതോടൊപ്പം ആ ടീമിനോടൊപ്പം ഉണ്ടാവും. അർഹരായിട്ടുള്ളവരെ സംബന്ധിച്ച് ബെനിഫിഷ്യറി ലിസ്റ്റിൽ എന്തെങ്കിലും അനർഹർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലാണ് പരാതി കൊടുക്കാനുള്ള, അപ്പീൽ കൊടുക്കാനുള്ള 2 സ്റ്റേജസ് ഉണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും, ദെൻ അവിടെ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനത്തിൽ നടന്നാൽ അതിനെ പരിഹരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കളക്ടറുടെ നേതൃത്വത്തിൽ സെക്കൻഡ് അപ്പീൽ അതോറിറ്റി. എന്റെ ചോദ്യം ആ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ തദ്ദേശ സ്ഥാപന ഭരണസമിതി അംഗങ്ങളുടെ റോൾ എന്താണ്? നിങ്ങൾ പറയുന്നത് ഹെൽപ്പ് ഡെസ്കിൽ ഇവരുണ്ട്, വെരിഫിക്കേഷൻ ഇവർ പോകും എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ പരാതി ഉന്നയിക്കുന്ന ആരാണ്? പരാതി കൊടുക്കുന്ന ആരാണ്? സെക്രട്ടറിയാണ്, കളക്ടറാണ് തീരുമാനം എടുക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ അപ്രമാദിത്വമാണ്. ഇതിൽ ജനപ്രതിനിധികളുടെ റോൾ എന്താണ്? അജീബ്, നമ്മൾ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കാതിരിക്കൂ. ജനപ്രതിനിധികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും താഴെത്തട്ടിലെ രൂപമാണ് ഗ്രാമസഭ. ആ ഗ്രാമസഭ ശുപാർശ ചെയ്യുന്ന ലിസ്റ്റ് അന്തിമമായി അംഗീകരിച്ചു വരുന്ന ലിസ്റ്റിന് തീരുമാനം കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി. ഇവിടെ എവിടെയാണ് ജനപ്രതിനിധികൾ നോക്കുകുത്തിയാകുന്നത്? ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഇത്രയും ബെനിഫിഷ്യറീസിനെ അംഗീകരിച്ചാൽ മാത്രമല്ലേ ഇനി ഏത് മിഷനായിരുന്നാലും ശരി അവർക്ക് അതിന്റെ മറ്റ് പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഓരോ സ്റ്റേജും, ഇതിന്റെ ബേസ്മെന്റ് മുതലുള്ള ഓരോ സ്റ്റേജും കൃത്യമായി പരിശോധിച്ചാണ് നിർവഹണ ഉദ്യോഗസ്ഥൻ അതിന്റെ ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കുന്നത്. സുരേഷ് കുമാർ പറയുന്നതിലൊന്നും എനിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സുരേഷ് കുമാർ പറയുന്നതിലൊന്നും ആക്ഷേപം ഉന്നയിക്കുകയല്ല ഞാൻ. നിങ്ങൾ ഈ വിശദീകരിക്കുന്ന എന്താണ്? ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അതിൽ ഒരു മേൽനോട്ട ചുമതലയോ ഒരു സബോർഡിനേറ്റ് എന്ന രീതിയിലൊക്കെ ഈ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അവർക്ക് തീരുമാനമെടുക്കാനുള്ള റോളില്ല എന്നല്ലേ പറഞ്ഞതിനർത്ഥം? അല്ലല്ല, പഞ്ചായത്ത് കമ്മിറ്റിയിലെ അംഗങ്ങളെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളല്ലേ? ആ ജനപ്രതിനിധികളുടെ തീരുമാനമല്ലേ, അതല്ലേ ഡിസിഷൻ എന്ന് പറയുന്നത്, അതല്ലേ നമ്പർ, തീരുമാന നമ്പർ എന്ന് പറയുന്നത് അതല്ലേ? ഈ കമ്മിറ്റിയുടെ ഇത്രാം തീയതി കൂടിയ ഇത്രാം നമ്പർ തീരുമാനപ്രകാരം ഇത്ര അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ അംഗീകരിച്ചു എന്ന് പറയുന്നത് ആ ടീമാണ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന ആ ടീമാണ്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 2 അപ്പീൽ അതോറിറ്റി ഉണ്ട്. അതിലൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നിലവിലുള്ള സെക്രട്ടറി, അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ഗുണഭോക്താവിന് ഉണ്ടായില്ല എങ്കിൽ തൊട്ടടുത്ത് കളക്ടർ, സെക്കൻഡ് അപ്പീൽ അതോറിറ്റി. ഇങ്ങനെ വളരെ സുതാര്യമായി നിയമിക്കപ്പെട്ട ഒരു സംവിധാനത്തെയാണ് ലക്കും ലഗാനുമില്ലാതെ. സുരേഷ് കുമാർ, ഞാൻ വീണ്ടും ക്ലാരിറ്റി വേണ്ടി ചോദിക്കുകയാണ്. കാരണം ഇതിൽ തർക്കം അവസാനിക്കണമല്ലോ. അതായത് നിങ്ങൾ ഈ പറയുന്ന ലിസ്റ്റ് അംഗീകരിക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റി പഞ്ചായത്ത് ഭരണസമിതിയാണോ അതല്ല ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന കമ്മിറ്റിയാണോ? പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് 1 by 1 ആയിട്ട് ഗുണഭോക്താക്കളുടെ ബെനിഫിഷ്യറി ലിസ്റ്റ് അത് ആർക്കാണോ കൈമാറേണ്ടത് ആ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്. അതിനനുസരിച്ചാണ് അതിൻ്റെ നിർവഹണം വളരെ കൃത്യമായി നടക്കുന്നത്. അതുകൊണ്ടാണ്
5,100,000 വീടുകൾ ഈ കേരളത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്. ശരി. 6,00,000-ലധികം പേർ കരാർ വെച്ചപ്പോൾ ശരി സുരേഷ് കുമാറിലേക്ക് വരാം. ശ്രീ ആർ നീലകണ്ഠൻ, വീടുകളുടെ പണി സി ആർ നീലകണ്ഠൻ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുരേഷ് കുമാർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു കേന്ദ്രീകൃത പദ്ധതി പ്രഖ്യാപിക്കുക, അതിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ജോലി ഉത്തരവാദിത്വം പഞ്ചായത്ത് കമ്മിറ്റിക്കാണ്. മുൻപ് അത് ഗ്രാമസഭകൾക്കായിരുന്നു, ഇപ്പോൾ അത് പഞ്ചായത്ത് കമ്മിറ്റിയാണ്. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുന്ന ലിസ്റ്റ് മുകളിലേക്ക് വിടുന്നു. ഒരു സെൻട്രലൈസ്ഡ് പദ്ധതിയായി അത് നടപ്പാക്കപ്പെടുന്നു. ഇതിൽ ഈ യു ഡി എഫ് ആരോപിക്കുന്ന ഗ്രാമസഭ തീരുമാനിക്കുന്ന ആളുകളെയാണ്, ഗ്രാമസഭ തീരുമാനിക്കുന്ന ബെനിഫിഷ്യറി, അതായത് വാർഡുകളിൽ ഗ്രാമസഭ തീരുമാനിക്കുന്ന ബെനിഫിഷ്യറിയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന പഞ്ചായത്തിന്റെ തീരുമാനമായി കൊടുക്കുന്നത്. അല്ലാതെ ഗ്രാമസഭയെ ഇവിടെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ടില്ല. ഞാൻ ഒരു വോട്ട് ചെയ്യുന്ന പൗരൻ എന്ന നിലയിൽ ഞാനൊരു ഗ്രാമസഭ കണ്ടിട്ട് പതിറ്റാണ്ടുകളായി. അതുകൊണ്ട് എനിക്ക് അതിൽ കൃത്യതയില്ല, എനിക്കറിയില്ല ഗ്രാമസഭ നടക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പറ്റിയതാണ്, ഗ്രാമസഭകൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കൂടുതൽ കുറവുണ്ടാവാം. ഗ്രാമസഭയൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ശരി ശരി. സി ആർ നീലകണ്ഠൻ, യു ഡി എഫ് ഉന്നയിക്കുന്ന തരത്തിൽ ഈ ലൈഫ് പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും ഈ ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കുന്നതിലും ഈ പദ്ധതിയുടെ എക്സിക്യൂഷനിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു റോളും ഇല്ലാതായി മാറിയെന്നുള്ള ആക്ഷേപം ശരിയാണോ? അതെന്തായാലും പൂർണ്ണമായി പരിശോധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതിലൊരു സൈഡ് പിടിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഭവനം കിട്ടണം. ഏത് പദ്ധതിയാണെങ്കിലും ഭവനരഹിതരില്ലാത്ത കേരളം എന്നാണ് LDF-ഉം UDF-ഉം ഒക്കെ പറയുന്ന സ്വപ്നം. അതിലേക്ക് എത്തട്ടെ. നമ്മൾ ഒരുപാട് ഭവന പദ്ധതി കണ്ടിട്ടുണ്ട്. അത് 1972 എനിക്ക് നല്ല ഓർമ്മയുള്ള 1,00,000 വീട് മുതൽ ഇങ്ങോട്ട് പോന്നാൽ അത് MN ഗോവിന്ദൻ നായരുടെ, അതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ PMY, അതുപോലെയുള്ളത് PMAY, പിന്നെ EMS സമ്പൂർണ്ണ ഭവന പദ്ധതി, ഇടതുപക്ഷം തന്നെ നടപ്പാക്കിയ EMS സമ്പൂർണ്ണ ഭവന പദ്ധതി, ഇങ്ങനെ പല പദ്ധതികളും കണ്ടിട്ടുണ്ട്. ഞാനിതിൽ ഏറ്റവും കൃത്യമായി ഇടപെടുന്ന ഒരു സമയം ജനകീയാസൂത്രണത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. 96-97 പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ ഭവന നിർമ്മാണം അതിലൊരു വകുപ്പ്, ഒരു സെക്ഷനാണ്. എങ്ങനെയാണ് ഭവന നിർമ്മാണം? പഞ്ചായത്തുകൾ അപേക്ഷ സ്വീകരിക്കുന്നു. പഞ്ചായത്തുകൾ അപേക്ഷ സ്വീകരിച്ച് ഒരു പക്ഷേ അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ VEOനെ കൊണ്ട് നടത്തിക്കാം, ഉദ്യോഗസ്ഥർ നടത്തിക്കാം, പഞ്ചായത്ത് അംഗത്തിൻ്റെ പിൻബലമുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഓരോ വാർഡിലെയും ലിസ്റ്റ് ആ വാർഡ് അല്ലെങ്കിൽ ഗ്രാമസഭയ്ക്ക് മുമ്പിൽ വയ്ക്കുന്നു. ഗ്രാമസഭ അതിൽ പ്രയോറിറ്റി നിശ്ചയിക്കുന്നു. 1, 2, 3, 4, 5. അപ്പോൾ ആ വാർഡിലേക്ക് 2 വീടുകളാണുള്ളെങ്കിൽ 1, 2-ന് കിട്ടും. അടുത്ത വർഷം 3, 4-ന് കിട്ടും. ഇതാണ് നമുക്കന്ന് കിട്ടിയിട്ടുള്ള ഗൈഡ് ലൈൻ. ഇതിൽ സെൻട്രൽ ഇപ്പോൾ കുറെ കൂടി കേന്ദ്രീകരിച്ച് ഇവർ ഓൺലൈൻ സ്വീകരിക്കുന്നു. ഓൺലൈൻ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിൽ 2 പ്രശ്നങ്ങൾ ഞാൻ കാണുന്നു. ഞാൻ പോയ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അടുത്ത കാലത്ത് അത് ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തല്ല, എല്ലാ പഞ്ചായത്തിലും വരുന്നൊരു പരാതി. യഥാർത്ഥ അർഹരായ പല അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ എന്നെ കൊണ്ട് കാണിക്കുന്നു, ഇവർ യഥാർത്ഥ അർഹമായ വീടാണ്, ഇവർക്ക് വീടില്ല, പക്ഷേ വീടുള്ള അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു എന്ന പരാതി പല സ്ഥലങ്ങളിലുണ്ട്. അതൊരു കാര്യം. അത് ഏത് തരത്തിൽ ഇതിൻ്റെ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇത് കേന്ദ്രീകൃതമായി അയച്ചു കഴിഞ്ഞാൽ ഇത് അയക്കാൻ പറ്റാത്തവരോ ഹെൽപ്പ് ഡെസ്ക് ഉള്ളവരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സ്വാധീനമനുസരിച്ചോ ഇതിൽ കുറേ എണ്ണം വെട്ടിപ്പോവാം. അങ്ങനെ വെട്ടിപ്പോയിട്ടുണ്ടെന്നാണ് പലരും പരാതി പറയുന്നത്. അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയല്ല, പലപ്പോഴും ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലിസ്റ്റിലില്ല, പരിഗണനാ ലിസ്റ്റിലേ ഇല്ല, അങ്ങനെ വരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ തന്നെയാവണം. ഗ്രാമസഭയ്ക്ക് പല പരിമിതികളുമുണ്ട്, രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാവാറുണ്ട്, ഇതൊക്കെ പരാതിയുണ്ട്, പലപ്പോഴും വേണ്ട രീതിയിൽ കൂടാറില്ല എന്നുള്ള പരാതിയുണ്ട്. ഇതൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ റെഗുലറായി ഗ്രാമസഭയിലും വാർഡ് സഭയിലും പോകുന്ന ഒരാളാണ്. പക്ഷേ അത് പലപ്പോഴും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാറില്ല. അതിൽ ഞാൻ പഞ്ചായത്ത് മെമ്പർമാരെയോ പാർട്ടികളെയോ മാത്രമല്ല ജനങ്ങളെയും കുറെ കുറ്റപ്പെടുത്തും. ജനങ്ങളും വേണ്ട രീതിയിൽ അതിൽ പോകാറില്ല. അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടേണ്ട ആളുകൾ മാത്രം ഗ്രാമസഭയിൽ പോകുന്ന പല അവസ്ഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളവും തെക്കൻ കേരളവും മധ്യ കേരളവും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് കിട്ടുന്നു എന്ന് ഉറപ്പാക്കലാണല്ലോ നമ്മുടെ ജോലി. അത് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നത് ഗ്രാമസഭകളാണല്ലോ. ഈ ഗ്രാമസഭകളുടെ മുമ്പിലേക്ക് യഥാർത്ഥത്തിൽ അർഹരായവരുടെ പട്ടിക തന്നെ വരുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറയുന്നത് ഈ ലോഡ് ചെയ്യുന്നതിന് മുമ്പ്, ഈ ഓൺലൈൻ വിടുന്നതിന് മുമ്പ് ഓരോ ഗ്രാമത്തിലെയും അവിടെ നിന്ന് ഗ്രാമസഭ എടുത്ത ആളുകളുടെ പട്ടിക ഓൺലൈൻ ലോഡ് ചെയ്താൽ പോരെ? ലൈഫ് മിഷൻ പദ്ധതിയിൽ
ലൈഫ് മിഷൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങ് നിരീക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഉദ്യോഗസ്ഥർക്ക് അതിൽ വലിയ പങ്കുണ്ട്. ഓക്കെ, ഉദ്യോഗസ്ഥർക്ക് വലിയ പങ്കുണ്ട്. അവർ പറയുന്നു പറയാവുന്നതും കൂടാ. ഞാൻ ഒരു കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെടാം, പ്രേക്ഷകർക്കും അതറിയാൻ താല്പര്യം ഉണ്ടാവും. ഇത് ഞാൻ വായിക്കുന്നത് ലൈഫ് മിഷന്റെ വെബ്സൈറ്റാണ്. അതിൽ ഒരു ഫ്രീക്വന്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പതിവ് ചോദ്യങ്ങൾ. അതിൽ ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം വിശദീകരിക്കുന്നുണ്ട്, ഗുണഭോക്താക്കളുടെ മുൻഗണനാ മാനദണ്ഡം അത് പറയുന്നുണ്ട്. ഇനി ഗുണഭോക്താക്കളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അത് വളരെ പ്രധാനമാണ്. കേന്ദ്ര സർക്കാർ 2014 നടത്തിയ സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം ലഭ്യമായ ഭൂരഹിത ഭവനരഹിത പട്ടികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പക്കൽ വിവിധ പദ്ധതികളിലേക്ക് തയ്യാറാക്കിയ ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും പട്ടികയും സൂചകങ്ങളായി ഉപയോഗിച്ച് സർവേ നടത്തി അർഹരായവരെ കണ്ടെത്തുന്നു. ഗ്രാമസഭകളല്ല, തദ്ദേശ സ്ഥാപനങ്ങളല്ല, സർവേ നടത്തുന്നു. ഇനി ആരാണ് സർവേ നടത്തുന്നത്? പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകരാണ് സർവേ നടത്തുന്നത്. ആദിവാസി മേഖലയിൽ കുടുംബശ്രീ പ്രവർത്തകർ ഇല്ലാത്ത പക്ഷം ST പ്രൊമോട്ടർമാർ അത് നടത്തും. സർവേ വിവരങ്ങളുടെ വെരിഫിക്കേഷൻ ആരാണ് നടത്തുന്നത്? സർവേയുടെ മേൽപരിശോധന ഫീൽഡ് തല ഉദ്യോഗസ്ഥർ നിർവഹിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ VEOമാരും നഗരപ്രദേശങ്ങളിൽ JHIമാരാണ് പരിശോധന നടത്തുക. സർവേ നടത്തിയ ഗുണഭോക്താക്കളുടെ വിവരം എവിടെ ലഭിക്കും? അത് സർവേ വിവരങ്ങൾ സർക്കാർ ലൈഫ് മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളിലും പകർപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിക്കും. സർവേ നടത്തി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിന്മേലുള്ള ആക്ഷേപവും പരാതിയും എവിടെ നൽകണം? അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ സംവിധാനമുണ്ടാകും. സർവേ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഭൂരഹിത ഭവനരഹിതരെ കൂട്ടിച്ചേർക്കാനുള്ള അധികാരം ആർക്കാണ്? അത് അധികാരവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കാണ്, ഭരണസമിതിക്കല്ല. ഇത്രയും വിശദമായിട്ട് ഇത് എഴുതി വെച്ചിട്ടാണ് D. സുരേഷ് കുമാർ എന്നോട് പറയുന്നത് ഞാൻ എന്തൊക്കെയോ അബദ്ധം പറയുകയാണെന്ന്. ഒന്നുകിൽ നിങ്ങൾ ലൈഫ് മിഷൻ പദ്ധതിയിലെ ഈ FAQ തിരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറയണം. സുരേഷ് കുമാർ, എന്നോടാണോ? അതെ. അല്ല, ഇവിടെ ഈ പറഞ്ഞ പൊതു മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഒരിടവും ലോക്കൽ ബോഡി റെപ്രസെന്റേറ്റീവ്സ് ജനപ്രതിനിധികളെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഈ ഇതിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ ജനപ്രതിനിധികൾക്ക് ഒരു റോളുമില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള FAQ പ്രകാരം ഈ ഗുണഭോക്തൃ നിർണയത്തിൽ ഒരു റോളുമില്ല. അല്ലല്ല അത് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ മാനദണ്ഡ പ്രകാരമാണ് എങ്കിൽ ഞങ്ങളെല്ലാം വിവിധ ഘട്ടങ്ങളിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രോസസ്സിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ കാര്യം വളരെ കൃത്യമായി പറയുന്നത്. എൻ്റെ വാർഡിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ ആരെങ്കിലും അനധികൃതമായി കടന്നുകൂടിയാൽ അവർ കൊടുക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ഞാനത് പറഞ്ഞോട്ടെ, അവർ കൊടുക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട് വെരിഫൈ ചെയ്യുന്നു. അവർക്ക് വാസയോഗ്യമായിട്ടുള്ള വീടുണ്ടോ, അതോ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലുള്ളയാണോ? ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥയിലുള്ളയാൾ ഫസ്റ്റ് പ്രിഫറൻസായി ഒന്നാമതായി വരുന്നു, പരിഗണിക്കപ്പെടുന്നു. പിന്നെ അതിന് തൊട്ട് താഴെയായി അതിനേക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ട, അങ്ങനെ ആ രൂപത്തിലാണ് ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്നയാളിന് പ്രഥമ പരിഗണന നൽകി ആ ലിസ്റ്റ് എടുക്കുന്നു. ആ ലിസ്റ്റ് അങ്ങനെ എടുക്കുന്ന ലിസ്റ്റിനകത്ത് പരിശോധിക്കുന്ന ഗ്രാമപഞ്ചായത്താണെങ്കിൽ VEOയ്ക്കും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധിക്കും തുല്യ പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ ജനപ്രതിനിധികൾക്ക് ഇതിനകത്ത് വേണ്ടത്ര റോൾ ലഭ്യമാകുന്നില്ല എന്ന നിലയിലേക്ക് ഒരു അനുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതായത് ഞാൻ വിശ്വസിക്കേണ്ടത് സുരേഷ് കുമാറിന്റെ അനുഭവത്തെയാണോ? സുരേഷ് കുമാർ, ഞാൻ വിശ്വസിക്കേണ്ടത് സുരേഷ് കുമാറിന്റെ അനുഭവത്തെയാണോ? ലൈഫ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായ അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നടന്നു വരുന്നൊരു പ്രോസസ്സാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു ഗ്രാമസഭയ്ക്കകത്ത് ഇതിനകത്ത് റോളില്ല, ഗ്രാമസഭ കൂടാറില്ല. എന്തു മഹാ അപരാധമാണ് താങ്കളെ പോലെ ഒരു വളരെ മാന്യനായ ഒരു മാധ്യമ പ്രവർത്തകൻ ജനങ്ങളെ പ്രേക്ഷക സമൂഹത്തെ നോക്കി പറയുന്നത്. ഈ ഗ്രാമസഭയെല്ലാം വളരെ കൃത്യമായി കൂടുന്നുണ്ടെന്ന്. ചിലപ്പോൾ പങ്കാളിത്തത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട CR സൂചിപ്പിച്ചു. ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി കൂടി അന്തിമമായി കമ്മിറ്റി തീരുമാനത്തിൽ എടുക്കുന്നതിന് മുൻപേ തന്നെ ആ ലിസ്റ്റ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുകയാണ്. അവിടെയാണ് ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പീൽ അതോറിറ്റി ഉള്ളത്. ഇതെല്ലാം ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ലൈഫ് പദ്ധതിയുടെ വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കളവാണ്. D. സുരേഷ് കുമാർ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്നുള്ള അനുഭവങ്ങളാണെന്ന് പറയുന്നത് അതിലുണ്ട് എന്ന് പറയുന്നു. ശ്രീ CK ഷാക്കിർ, നിങ്ങളും നിങ്ങളുടെ നാട്ടിലും ഈ പഞ്ചായത്തും ഒക്കെ ഉണ്ടാവുമല്ലോ, ഗ്രാമസഭകളും ഉണ്ടാവും. അങ്ങനെയല്ല. ഞാൻ ഷാക്കിറിനോട് ചോദിക്കട്ടെ, ഷാക്കിർ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടോ അങ്ങനെ? അതായത് ഇദ്ദേഹം ഒന്നുകിൽ കരുതി കൂട്ടി തെറ്റിദ്ധരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല.
നമ്മളെ ഗ്രാമസഭകളാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി നമ്മുടെ നാടിൻ്റെ പുരോഗതി ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി. ഈ ഗ്രാമസഭകളിൽ എല്ലാ വിഭാഗം മനുഷ്യരും വരും, എല്ലാവരും വരുമല്ലോ. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ 2016 മുമ്പ് ആ നാട്ടിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അജിൻസെ, ഇതിൻ്റെ പഴയ സിസ്റ്റം എങ്ങനെയെന്നറിയോ? ആദ്യം നമ്മൾ ഈ വീടില്ലാത്ത ആളുകൾ ഗ്രാമസഭയിൽ അപേക്ഷ കൊടുക്കും, എനിക്ക് വീട് വേണം. ഈ അപേക്ഷ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വികസന സമിതി എല്ലാ വിഭാഗം പാർട്ടിയുടെ ആളുകളും കൂടിയിരുന്ന് ഈ അപേക്ഷ പരിശോധിച്ച് അത് പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കും. ഈ പ്രയോറിറ്റി ലിസ്റ്റ് വീണ്ടും ഗ്രാമസഭകളിൽ കൊണ്ടുവന്ന് അതിന് അംഗീകാരം വാങ്ങും. ഈ അംഗീകാരം വാങ്ങിയതിന് പഞ്ചായത്തിലേക്ക് പോയി പഞ്ചായത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നോക്ക്, ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നുകിൽ അടിസ്ഥാന ധാരണയില്ല, അല്ലെങ്കിൽ CPM-നെ ക്ഷമിക്കണം എന്നോട്, MV ഗോപിനാഥൻ പറയുന്നത് പോലെ മനുഷ്യർക്ക് തിരിയാത്ത രീതിയിൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു തരാം, ഇപ്പം നിങ്ങൾ 700 കോടി രൂപ സുരേഷ് പറയുന്നതിൽ തെറ്റിദ്ധാരണജനകമൊന്നുമില്ല. അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഇതിൽ റോളുണ്ട്. അദ്ദേഹം ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു. അതെന്താ റോൾ അറിയോ? ആ റോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ലൈഫ് പദ്ധതിയുടെ വെബ്സൈറ്റിൽ അതൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ പറഞ്ഞ പോലെ അജിംസ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നത്? ആ വെബ്സൈറ്റിലുള്ളതുപോലെ കാര്യങ്ങൾ നടക്കുന്നത് ഇതേ പറയുന്നത് പോലെയല്ല. മാത്രമല്ല ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്ന സംഗതി അവസാനം എവിടെ വരുന്നുണ്ട്? ഇവിടെ പഞ്ചായത്ത് ഗ്രാമസഭയിൽ വരുന്നുണ്ട്, അതിന് അപ്രൂവൽ കൊടുക്കാൻ വേണ്ടി. അത് ഈ ലിസ്റ്റ് തയ്യാറാക്കി ആ ഗ്രാമസഭ ആരും അത് നിഷേധിക്കാൻ വരില്ല. നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ആ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് വീട് തടസ്സപ്പെടുത്താൻ ആരും നിൽക്കില്ലല്ലോ. ഇതിൻ്റെ നമ്മൾ ആഗ്രഹം ഇത്രയാണ്, ആ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി വീട് നൽകാനുള്ള ചുമതല അവിടുത്തെ ഗ്രാമസഭയ്ക്കും ജനപ്രതിനിധികൾക്കുമാണ് കൊടുക്കേണ്ടത്. അതാണ് നമ്മളെ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ വാചാലമായി സംസാരിച്ചിരുന്ന ആളുകളെ CPM-കാർ അവരെല്ലാം വട്ടിപ്പറിച്ചു. ഇത് മാത്രമല്ല, ഈ ഒരൊറ്റ പദ്ധതിയുടെ പേരിൽ 20% ഫണ്ട് ഇവർ വെട്ടിക്കുറച്ചല്ലോ കേരള ഗവൺമെൻറ്. അതുപോലെ ഇത് പറയുമ്പോൾ ഇതിന് കൂട്ടിച്ചേർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ ഇത് മാത്രം തെറ്റിദ്ധരിപ്പിക്കുകയാണ് വ്യാപകമായി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 മുതൽ 16 വരെ 4,34,000 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ലൈഫ് മിഷൻ്റെ കീഴിലല്ല, കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ പദ്ധതികളായി. എന്നിട്ട് ഇവർ അതിനൊക്കെ വെച്ചിട്ട് 3700 വീട് നിർമ്മിച്ചു കൊടുത്തു എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന ആളുകളാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, നമുക്കറിയാലോ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ഇവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിയമസഭയിൽ PC വിഷ്ണുനാഥൊക്കെ ചോദിച്ച ചോദ്യം നമുക്ക് ഇവിടെ വ്യക്തമായതല്ലേ. അതുകൊണ്ട് സുരേഷ് കുമാറിനോട് പറയാനുള്ളത്, നമ്മൾ അടിസ്ഥാനപരമായി ഗ്രാമസഭകളിലേക്ക് ഇതിന് തീരുമാനമെടുക്കാനുള്ള ബോഡിയായി UDF ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ വേറെ കാര്യം കൂടി ഇതിൽ കൂട്ടി പറയേണ്ടത്, നിങ്ങൾ അങ്ങനെ അത്ര ക്ലിയർ ആയി പോയി വലിയൊരു നല്ലൊരു പദ്ധതി അട്ടിമറിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കണ്ട. ഇവിടെ പിണറായി വിജയൻ്റെ ആല നിർമ്മിക്കാൻ 40 ലക്ഷം വളരെ ഈസിയായി കൊടുത്ത നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് നിർമ്മിക്കാൻ 4 ലക്ഷം കൊടുക്കുന്നത് എത്ര പ്രയാസപ്പെടുത്തിയിട്ടാണ്. ഷാക്കിറിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അതായത് ലൈഫ് മിഷന്റെ വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ പ്രകാരമാണ് ചട്ടപ്രകാരം ഇത് നടക്കേണ്ടതെങ്കിൽ അതിൽ വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, അതിൽ ഉദ്യോഗസ്ഥരുടെ അപ്രമാദിത്വമാണ്. ഈ ഉദ്യോഗസ്ഥരുടെ അപ്രമാദിത്വം യാദൃച്ഛികമായി വരുന്നതല്ല, അത് 1-2 പിണറായി വിജയൻ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി തന്നെയാണ്. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ പേരിൽ ഒരൊറ്റ ഓർഡിനൻസിൽ 10-15 നിയമങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ഗില്ലറ്റിനിരയായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളാണ്. ഇപ്പോൾ നോക്കുക, ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുന്ന സമ്പ്രദായം, അതിൽ ഭരണസമിതിക്കോ റോളില്ല, സെക്രട്ടറിയാണ് കൊടുക്കേണ്ടത്. അപേക്ഷ കൊടുത്താൽ അതിൽ ഡിസിഷൻ എടുക്കുകയല്ല, അപേക്ഷ കൊടുത്തിട്ട് ലൈസൻസ് അനുവദിച്ചില്ലെങ്കിൽ സ്വമേധയാ ബൈ ഡിഫോൾട്ട് ലൈസൻസ് ലഭിച്ചതായി കണക്കാക്കണം. അങ്ങനെയൊക്കെയാണ് നിയമം. അപ്പോൾ ഒരു കാലത്ത് ഈ പറയുന്ന വികേന്ദ്രീകൃത ആസൂത്രണത്തിന് വേണ്ടി പണിയെടുത്ത LDF ഈ 10 വർഷം ചെയ്തത് യഥാർത്ഥത്തിൽ അതിനെ ജില്ലറ്റും ചെയ്യുകയായിരുന്നോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, വികേന്ദ്രീകൃത ആസൂത്രണത്തിന് വേണ്ടി അങ്ങേയറ്റം പണിയെടുത്ത ഒരാളാണ് ഞാൻ. ഏതാണ്ട് 5 വർഷം മുതൽ 10 വർഷം വരെയുള്ള സമയം, എൻ്റെ ഏറ്റവും തുടക്കകാലത്ത്. പക്ഷേ അതിന് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ പിന്നീട് സംഭവിക്കും നമ്മൾ കണ്ടു. ഇപ്പോൾ ഞാൻ ലൈഫ് മിഷന്റെ കാര്യം അല്ല, അജിംസ് പറഞ്ഞ മറ്റ് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങളിൽ, ഒരു ഫാക്ടറി ആരംഭിക്കുന്ന കാര്യത്തിൽ, ഒരു പാറമടയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം, റിസോർട്ടുകളോ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ പഞ്ചായത്തുകൾക്കുള്ള അധികാരം, പാറമട അടക്കം പഞ്ചായത്തുകൾക്കുള്ള അധികാരം പൂർണ്ണമായി വെട്ടിക്കുറച്ച ഒരു സർക്കാരാണിത്. ഈ 2016-20 നമ്മളിത് പലവട്ടം ഇവരോട് ചോദിച്ചതാണ്. എന്താ കാര്യം? അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച ഇടതുപക്ഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിഫാക്ടോ ലൈസൻസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഡിഫാക്ടോ ലൈസൻസ് വരിക 15 ദിവസത്തിനകത്ത് കൊടുത്തില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ബിവറേജ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ, ഇപ്പോൾ പ്ലാച്ചിമടയിലെ കൊക്കോകോള കമ്പനിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് ഇത് വന്നത്. മദ്യശാലകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾക്കുള്ള അധികാരം എടുത്തു കളഞ്ഞു. യഥാർത്ഥത്തിൽ മദ്യശാലകൾ ഒരു പഞ്ചായത്തിന് അനുമതി ഇല്ലാതെ ഒരു പഞ്ചായത്തിൽ വരാൻ പാടില്ല.
അത് വളരെ ക്ലിയറാണ്. കാരണം അവിടുത്തെ സാമൂഹ്യ ജീവിതം അവരുടെ ബന്ധപ്പെട്ട. അപ്പം അതുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതാക്കുന്ന ഒരു നടപടിയോടും യോജിക്കുന്ന ആളല്ല ഞാൻ. 2, ഇപ്പോൾ വെബ്സൈറ്റിലെ കാര്യം അങ്ങനെയല്ല പ്രായോഗികമായി നടക്കുന്നത്. ചിലപ്പോൾ സംഭവിക്കും, നല്ല ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നന്നായി പോകും. ഇത് രണ്ടും എനിക്കറിയാം. ജനകീയ ആസൂത്രണ കാലത്ത് തന്നെ സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരും സഹകരിക്കാത്ത ഉദ്യോഗസ്ഥരുമുണ്ട്. സഹകരിക്കാത്ത ഉദ്യോഗസ്ഥരെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴതില്ല. കാരണം ഇപ്പോൾ പാറമടക്കി പഞ്ചായത്ത് സെക്രട്ടറി ലൈസൻസ് കൊടുത്താൽ പഞ്ചായത്ത് സമിതിക്ക് തിരുത്താൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിലേ കൊടുക്കണ്ടേ, പഞ്ചായത്ത് സെക്രട്ടറി ലൈസൻസ് കൊടുക്കുക. ഞാൻ 100 ഉദാഹരണം പറയാം. പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അധികാരം കൊടുക്കുന്നത്. അല്ല, പഞ്ചായത്ത് സെക്രട്ടറി യഥാർത്ഥത്തിൽ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ മാത്രമാണ് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച്. അതിൻ്റെ പൂർണ്ണമായ അധികാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രാമപഞ്ചായത്ത് സമിതിക്കുമാണ്. ആ അധികാരം വരുന്നത് ഗ്രാമസഭകൾ അധികാരപ്പെടുത്തുന്നതാണ്. അതാണ് ജനാധിപത്യം, വികേന്ദ്രീകൃത ജനാധിപത്യത്തിൻ്റെ രീതി. അതിവിടെ അട്ടിമറിക്കപ്പെടുന്നു. ഇപ്പോൾ അജിംസ് നേരത്തെ വായിച്ചു, ഞാനും അത് വായിച്ചു. എനിക്കതിൽ പ്രായോഗികമായി ഞാനൊരു ഭവന പദ്ധതിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് എനിക്കത് മുഴുവൻ മനസ്സിലായില്ല വെച്ചാൽ അങ്ങനെയാണോ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് സുരേഷ് കുമാർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ടാവും. ആ ഉദ്യോഗസ്ഥർ നല്ല ആളുകളും ജനപ്രതിനിധികൾ നല്ല ബന്ധമുള്ള ആളുകളും അവിടുത്തെ രാഷ്ട്രീയ പരിസരം അതുപോലെയാണെങ്കിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതാണ് ഞാൻ പാറമടയുടെ ഉദാഹരണം പറഞ്ഞ്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരായി പാറമടയ്ക്കും ഫാക്ടറികൾക്കും റിസോർട്ടുകൾക്കും അനുമതി കൊടുത്ത സെക്രട്ടറിമാർ ഈ കേരളത്തിലുണ്ട്. അവരെന്തുകൊണ്ട് കൊടുത്തു? അപ്പോൾ അവരെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ആ രീതിയിൽ വിശ്വസിക്കാൻ പറ്റില്ല. DO സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ടാവും, അവർക്ക് യൂണിയൻ ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും, അവർക്ക് പലരോടും കടപ്പാടുണ്ടാവും, മുകളിൽ നിന്നുള്ള കടപ്പാടുണ്ടാവും. അതുകൊണ്ട് പല പഞ്ചായത്തുകളിലും പഞ്ചായത്ത് സെക്രട്ടറിയെ മാറ്റി നിയമിക്കുക. എന്തിനാണെന്നറിയോ? അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയെ പാഠം പഠിപ്പിക്കാൻ. ഞാനതാ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വേണ്ടാന്ന് തീരുമാനിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി അനുമതി കൊടുക്കുന്നു. അതെന്തൊരു കഥയാണത്? അങ്ങനെ വരാൻ പാടില്ലല്ലോ, ഒരു കാലത്ത് വരാൻ പാടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു അധികാരവും ഇല്ല, കൊടുക്കാൻ പാടില്ല. അത് തന്നെ കാണുന്നു. എങ്ങനെയാണ് ഈ പഞ്ചായത്തുകളുടെ അധികാരം ഇല്ലാതായതെന്നൊരു വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് അത് മാറ്റണം. LDF ഭരിക്കുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്തുകൾക്ക് അധികാരമില്ലാതായത്? അതാണ് ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം. ഞാൻ അതിലേക്ക് വരാം വളരെ പെട്ടെന്ന്, ഇടവേളയ്ക്ക് ശേഷം. അതിഥികളിലേക്ക് തിരികെ. ശ്രീ CK ഷാക്കീർ, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ലൈഫ് പദ്ധതിയിൽ പഞ്ചായത്തുകളുടെ അധികാരമില്ലായത് മാത്രമല്ല. 2017 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ ഒരു ഓർഡിനൻസ് ഇറക്കി പിണറായി വിജയൻ സർക്കാർ. ആ ഓർഡിനൻസിൽ 10-15 നിയമങ്ങൾ ഒറ്റയടിക്ക് ഭേദഗതി ചെയ്തു. അതിനെതിരെ ഉയർന്ന ഒരേ ഒരു രാഷ്ട്രീയ വിയോജിപ്പ് CPM-നകത്ത് നിന്നായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നല്ല. CPM-നകത്ത് ആനത്തലവട്ടം ആനന്ദൻ അതിൽ ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്തതിനെതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹം CATU നേതാവ് എന്ന നിലയിൽ. പക്ഷേ അന്ന് നിങ്ങൾ നിശബ്ദരായിരുന്നു. ഇപ്പോൾ ഈ പഞ്ചായത്തുകളുടെ അധികാരം പോകുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഈ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ആ ഓർഡിനൻസ് ഇറക്കി സഭയിൽ നിയമം പാസ്സാക്കുകയല്ല, ഓർഡിനൻസ് പല റീപ്രൊമഗേറ്റ് ചെയ്താണ് അത് നിയമമായി മാറിയതെന്ന് ഓർക്കണം. അത് സഭയിൽ വച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യം. അതെങ്ങനെ സംഭവിക്കുന്നു? അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തദ്ദേശ മന്ത്രി പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ ലൈഫ് മിഷൻ പദ്ധതി ഇല്ലാതെയാക്കും എന്നല്ല തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. ഇവിടെ ലൈഫ് മിഷൻ്റെ പോരായ്മകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കും, ആ രീതിയിൽ ആലോചിക്കുമെന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ തദ്ദേശ മന്ത്രി ശ്രീ KM ഷാജി ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. എല്ലാ മന്ത്രിമാരും ചാർജ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല എന്നുകൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് UDF നേരത്തെ പറഞ്ഞതാണ് ഇതിലെ പോരായ്മകൾ പരിഹരിക്കും. ആ പോരായ്മകൾ പരിഹരിക്കുന്നത് പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ഇതിന്റെ സെൻട്രലൈസേഷൻ ആണ്, കേന്ദ്രീകൃത സ്വഭാവമാണ്. പിന്നെ പദ്ധതി ഇല്ല. അല്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അതോടൊപ്പം തന്നെ ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കും. നിലവിൽ അങ്ങനെ സംവിധാനം ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സംവിധാനം പൊളിച്ചെഴുതും. അത് പൊളിച്ചെഴുതേണ്ടതാണ്. അതിന് തന്നെ കൂടുതൽ പഠനം ആവശ്യമുണ്ട്. ഒരു സർക്കാർ മാറി ഉടനെ തന്നെ എല്ലാ പദ്ധതികളെയും ഇല്ലായ്മ ചെയ്യുക എന്നല്ല. പല വാർത്തകളും വരുന്നത് യഥാർത്ഥത്തിൽ അത് കൃത്യമായ സോഴ്സിൽ എന്നല്ല, നമ്മളൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള പോരായ്മകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഗ്രാമസഭകൾ വഴി ജനപ്രതിനിധികൾ വഴി തീരുമാനമെടുക്കുകയും ഉദ്യോഗസ്ഥർ വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ശരിയായ രീതി. അത്
LDF ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ CR പറഞ്ഞതുപോലെ പഞ്ചായത്തുകൾക്കുള്ള അധികാരങ്ങൾ എല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഫണ്ട് വെട്ടിക്കുറച്ചു എന്നതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ വിദ്യാലയങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്ക് സമീപം പിന്നെ കള്ളുഷാപ്പ് തുടങ്ങാനൊക്കെ ഉള്ള പിന്നെ ദൂരപരിധിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ വെട്ടിക്കുറച്ച് എല്ലാം ഈ മാഫിയകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായി തീരുമാനമെടുത്തതാണ്. ആ ജനപക്ഷത്തിന് വിരുദ്ധമായി തീരുമാനമെടുത്ത തീരുമാനം പുനഃപരിശോധിക്കും എന്നുള്ളതാണ് നിലവിലെ ഇതിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ലൈഫ് മിഷൻ പദ്ധതി പിന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ നിലവിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. ലൈഫ് മിഷൻ പദ്ധതിയിൽ മാത്രമാണോ പഞ്ചായത്തുകൾ അധികാരം പുനഃസ്ഥാപിക്കുക? അതല്ലാതെയും ഉദാഹരണം ഫ്രഷ് കട്ട് സമരം ഓർമ്മയുണ്ടല്ലോ കോഴിക്കോട് ജില്ലയിൽ. അവിടുത്തെ യഥാർത്ഥ പ്രശ്നം അവിടുത്തെ പഞ്ചായത്തിന് ഒരു അധികാരമില്ല. അങ്ങനെ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന് ഒരു മെമ്മോ കൊടുക്കാൻ പോലും പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമില്ല. വേണമെങ്കിൽ സെക്രട്ടറി ചെയ്യും, സെക്രട്ടറി തോന്നിയാൽ ചെയ്യണം. അപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു ഭരണഘടനാപരമായ ദൗത്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ, ചങ്കുറപ്പുണ്ടോ? തീർച്ചയായിട്ടും അതിൽ സംശയമില്ലല്ലോ. അതായത് ഇപ്പോൾ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഈ ജനപ്രതിനിധികൾ തീരുമാനിക്കുന്ന പഞ്ചായത്ത് ബോർഡിൻ്റെ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ തീരുമാനമെടുത്ത് ലിസ്റ്റ് പഞ്ചായത്ത് ബോർഡിന് ഇങ്ങോട്ട് കൊടുക്കുകയാണ്, ആര് VA ഉൾപ്പെടെയുള്ള, എന്നിട്ട് അത് അപ്രൂവൽ ചെയ്യേണ്ട ഒരു സാഹചര്യമേ ഉള്ളൂ. നേരെ മറിച്ച് അപേക്ഷ കൊടുക്കേണ്ടത് പിന്നെ ഗ്രാമസഭകളിൽ, തീരുമാനമെടുക്കേണ്ടത് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അതിന് അംഗീകാരം കൊടുക്കേണ്ടത് ബോർഡാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് മാത്രമാണ് ഉദ്യോഗസ്ഥർ. ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞു അപ്പീൽ കൊടുക്കുന്ന അവസരം, അപ്പീൽ കൊടുക്കുന്ന ആർക്കും അവസരം? കലക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം വരണം. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായ രീതിയിലാകണം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതിലൊക്കെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നേ. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്താണ്, പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കുക, വീടില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടിരിക്കുക, അതിന് സർക്കാർ ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുക്കുക. നിലവിലെ അതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ചെറിയ സഹായം മാത്രമേ ഉള്ളൂ. ബാക്കി കൂടുതൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ്. ആ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഫണ്ട് എടുത്ത് കൊടുക്കുമ്പോൾ അതിന് ക്രെഡിറ്റ് മാത്രം എടുക്കുന്ന പതിവ് രീതിയാണ്. ഇതിൽ മാത്രമല്ല കേരള സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും ക്രെഡിറ്റ് എടുക്കുന്ന സംവിധാനം പിണറായി വിജയൻ, അതിന്റെ പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ നടപ്പാക്കലിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ എന്താണ് പറയുക ബ്രെയിൻ ചൈൽഡ് ആയിട്ടുള്ള വികേന്ദ്രീകൃത ആസൂത്രണം. 96 മുതൽ 2001 വരെ അത് നടപ്പാക്കിയതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത ഒരു മുന്നണിയാണ് LDF, CPM എന്ന പാർട്ടിയും. എന്നിട്ട് അതേ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഭരിക്കുമ്പോഴാണ് ഈ പഞ്ചായത്തുകളുടെ അധികാരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ ഭേദഗതികൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നു, മുസ്ലിം ലീഗ് അന്ന് ഈ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൊക്കെ സഹകരിച്ച കക്ഷിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ളപ്പോൾ LDFനോട് പോലും. അതും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ആ മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായെന്ന് പറയുന്നു, ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന്. ഇതൊരു വിരോധാഭാസമല്ലേ സുരേഷ് കുമാർ? ഞാനതിന് മറുപടി പറയാം അജിംസ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഐക്യജനാധിപത്യ മുന്നണിയെ, കോൺഗ്രസിനെ, മുസ്ലിം ലീഗിനെ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയെ വരെ ഇന്ന് വരെ അവരെ നയിക്കുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള മ്യൂണിച്ച് മനോഭാവമാണ്. ആ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ 2016 അവരുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ PK അബ്ദുൾ റബ്ബ് അദ്ദേഹം പറഞ്ഞു, ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഓണപരീക്ഷ നടത്തേണ്ടതായി വന്നത്, അല്ലെങ്കിൽ പുസ്തകം ലഭ്യമാകാതെ പോയത് എന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിലുള്ള കാര്യങ്ങളാണ് വികസനം നടപ്പിലാക്കുമ്പോൾ തുഗ്ലക് നയങ്ങളായിട്ടാണ് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്നത്. ഞങ്ങൾ എല്ലാത്തിനെയും തകർക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് തുരങ്കപാത ഞങ്ങളിവിടെ അനുവദിക്കില്ല, ദേശീയപാത ഞങ്ങളിവിടെ അനുവദിക്കില്ല, ഞങ്ങൾ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ അനുവദിക്കില്ല. നിങ്ങൾ ഈ നാട്ടിനെ പതിറ്റാണ്ടുകളോളം പിന്നോട്ടടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിനിടയിലൂടെ നിങ്ങൾ വളരെ ക്ലിയറായി ഒരു പച്ചക്കള്ളം ഈ പ്രേക്ഷക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വെച്ചു. അതിലെന്താണ്, ശ്രീ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭവന പദ്ധതിയെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്ററി എവിടെ ഉണ്ട്. 2016 ഫെബ്രുവരി 24 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ക്വസ്റ്റ്യൻ നമ്പർ 3204 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയോട് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ ഭരണകാലത്ത് ഈ ഭരണം അവസാനിക്കുന്ന സന്ദർഭത്തിൽ എത്ര വീടുകൾ സാധാരണക്കാർക്ക് നൽകി, ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ എത്ര വീടുകൾ നൽകി? അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്നും രേഖകളിലുണ്ട്. സാഫല്യം, ഗൃഹശ്രീ, സുരക്ഷാ ഭവനം, MN ലക്ഷം വീട് കോളനി, ഇത്തരം പദ്ധതികളിലൂടെ വളരെ നാമമാത്രമായി 5000-ൽ താഴെ വീടുകൾ മാത്രമാണ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു നിമിഷം സുരേഷ് കുമാർ, ഈ കാര്യം
ഇക്കാര്യം കഴിഞ്ഞ 10 വർഷം നിങ്ങൾ വളരെയധികം പറയൂ, ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. വെറും 3000 വീടാണോ കേരള ഗവൺമെന്റ് ഷാക്കിർ, ഒരു കൊടുക്കുന്നത്? നിമിഷം. നിങ്ങൾക്ക് എവിടുന്നത് കിട്ടുന്നത്? CPM-ന്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി സുരേഷ് കുമാർ, പുറത്തിറങ്ങി ദേശാഭിമാനി നിന്ന്. അല്ലല്ല, കഴിഞ്ഞ 10 വർഷം വളരെ ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഈ കണക്ക്. ഈ കണക്ക് പിന്നീട് മന്ത്രി തോമസ് ഐസക്കും മന്ത്രി കെ ടി ജലീലും ഒരു നിമിഷം ഷാക്കിർ, ഒരു നിമിഷം അത് സർക്കാരിൽ നിന്ന് ചെലവഴിച്ച ഫണ്ടാണ്. ഒരു നിമിഷം സുരേഷ് കുമാർ, സുരേഷ് കുമാർ, ഭവന പദ്ധതിയെ സംബന്ധിച്ച് 4,34,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാർ ശരി 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 ഇക്കാര്യത്തിൽ ഡോക്ടർ തോമസ് ഐസക്കും കെ ടി ജലീലും പിന്നീട് LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ വ്യത്യസ്ത കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നിരവധി തവണ ഡിബേറ്റ് ചെയ്യപ്പെട്ട സംഭവമാണ് ആ കണക്ക് സംബന്ധിച്ച്. പക്ഷെ പ്രശ്നം അതല്ല, നിങ്ങൾ ആരാണ് കൂടുതൽ വീട് നൽകിയെന്നുള്ളതല്ല പ്രശ്നം സുരേഷ് കുമാർ. ഈ ചർച്ചയുടെ മർമ്മം തന്നെ നിങ്ങൾ ആരാണ് കൂടുതൽ വീട് നൽകിയെന്നതല്ല. ചിലപ്പോൾ നിങ്ങളായിരിക്കും മികച്ചത്, LDF ആയിരിക്കും കൂടുതൽ വീട് നൽകേണ്ടാവുക. എന്റെ ചോദ്യം അല്ലല്ല, അതല്ല തർക്ക വിഷയം. എന്റെ ചോദ്യം, ഈ പറയുന്ന വികേന്ദ്രീകൃത ആസൂത്രണത്തെ കുറിച്ച് ലീഗ് സംസാരിക്കുന്നു, നിങ്ങൾ നിശബ്ദരാകുന്നു. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ സുരേഷ് കുമാർ? ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ 6 ലക്ഷം വീടിനപ്പുറമല്ല, 6 ലക്ഷം വീട് കൊടുത്തതിനപ്പുറമല്ല ഇവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ UDF ഒരു ഭവന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭവന പദ്ധതിയുടെ പേര് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് UDF-ന്റെ പ്രതിനിധിക്ക് പറയാനുള്ള അവസരമുണ്ട്. അപ്പോൾ പറയുക. ഇവിടെ ചോദിച്ചത്, ഇവിടെ സംരംഭങ്ങൾ സൗഹൃദമായിട്ടുള്ളൊരു സംസ്ഥാനമല്ല കേരളമെന്ന് ഞങ്ങൾ അധികാരത്തിൽ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ, അതായത് ആ 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ UDF വലിയ പ്രചാരവേല നടത്തി. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അത്തരത്തിലൊരു കള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഒരു പരിശ്രമം കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഒരു സംരംഭക സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തി. അതാണ് ഈ ലൈസൻസിന്റെ കൊടുക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരാണ്, എല്ലാവിധ പിന്തുണയും നൽകിയവരാണ് UDF-ന്റെ ജനപ്രതിനിധികൾ. ഇന്ന് വന്ന് നിന്ന് മാറ്റി പറയുകയാണ് ഞങ്ങൾ ഇപ്പോ സുരേഷ് കുമാർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളുടെ അധികാരം വെട്ടിച്ചുരുക്കി ആ അധികാരം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത് ശരിയായിരുന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, അത്തരത്തിലുള്ള ഒരു പ്രക്രിയയും നടന്നിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ കാലയളവിൽ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുക്കുന്ന ഭരണസമിതിയാണോ സെക്രട്ടറിയാണോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത്, അജിബ് ഞാൻ പറയട്ടെ, ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ നടന്നിട്ടില്ല. കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വികേന്ദ്രീകൃത ആസൂത്രണത്തെ തകർത്തെറിഞ്ഞിട്ടേ ഉള്ളൂ. ഒരിടത്തും കൃത്യമായി ഇലക്ഷൻ പോലും നടത്തുന്നില്ല. അവർ ഇവിടെ ശക്തമായി കിടയറ്റ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സംവിധാനം നിലവിലുള്ളപ്പോൾ അതിന് ഏതെല്ലാം രൂപത്തിൽ ദുർബലപ്പെടുത്താമെന്നുള്ള ഗ്രഹപാഠം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തി രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട് തുടങ്ങി 15ഓളം നിയമങ്ങൾ ഭേദഗതി ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചോദിച്ചത്. അതിനെന്ത് ന്യായീകരണമുണ്ട്? ചുമട്ടു തൊഴിലാളി ഭേദഗതി നിയമം വരെ തൊഴിൽ ക്ലെയിം ചെയ്യാനുള്ള ചുമട്ടു തൊഴിലാളിയുടെ അവകാശം വരെ ഇല്ലാതാക്കി പിണറായി വിജയൻ സർക്കാർ. അതേക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ, കേരളം ഒരു നിക്ഷേപക സൗഹൃദ സംസ്ഥാനമല്ല എന്ന രൂപത്തിൽ വലിയ ആക്ഷേപം 1ാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അതിന്റെ പരിണിത എന്നോടല്ലേ ക്വസ്റ്റ്യൻ? അത് ശരിയായ നിലപാടായിരുന്നു വിശ്വസിക്കുന്നത്. അന്ന് അതിന് കൈയടിച്ച് എല്ലാവിധ പിന്തുണയും നൽകി. അവർ കൈയടിച്ചെന്നുള്ള വേറെ കാര്യം. UDF അതല്ലേ ചെയ്തത്? അല്ല, UDF മിണ്ടിയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. UDF എതിർത്തിട്ടില്ല. പക്ഷേ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചില്ല. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രം അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഈ റവന്യൂ പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ ബില്ലായിരുന്നാലും ശരി, ഭൂപരിഷ്കരണ ബില്ലായിരുന്നാലും ശരി, കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, ജനശ്രീ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ തകർത്തതായിരുന്നാലും ശരി, ഈ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതികളായിരുന്നാലും ശരി, എല്ലാം തകർക്കുന്ന സമീപനം സ്വീകരിച്ചൊരു വലതുപക്ഷ കാഴ്ചപ്പാട് കോൺഗ്രസും മുസ്ലിം ലീഗും അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ ലൈഫിലേക്ക്, പട്ടയ വിതരണത്തിലേക്ക്, ക്ഷേമ പെൻഷനിലേക്ക്, എല്ലാത്തരം ക്ഷേമ നടന്നു വരുന്നത്. സുരേഷ് കുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിനിടക്ക്. ചോദിച്ചതിനല്ല, നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുന്നത് സംരംഭക സൗഹൃദ സംസ്ഥാനമാണെന്ന്. ഈ PK ശ്യാമള തോറ്റത് എന്തുകൊണ്ടാ? ആന്തൂരിലെ സാജന ഓർമ്മയുണ്ടോ? സാജന എങ്ങനെ ആത്മഹത്യ ചെയ്തത്?
39ഓളം പൊതുമേഖലാ സ്ഥാപനം അടച്ചുപൂട്ടി. ശരി, നിങ്ങൾ ശരി. എന്ത് പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് ശരി, കേരളത്തിൽ ശരി, 10 വർഷം? ശരി, ശരി. എന്ത് വലിയ വ്യവസായം, എന്ത് സംരംഭമാണ് നടപ്പിലാക്കിയത്? നിങ്ങൾ AKG സെന്ററിൽ ക്ലാസ് കേട്ടിട്ട് അത് പോട്ടെ, അത് പോട്ടെ, ചർച്ച എടുക്കല്ലേ? അത് പോട്ടെ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങൂ. ആരാണ് കേരളത്തിൽ തീരുമാനമെടുക്കുന്നത്? ഒരു സെക്രട്ടറി, ഒരു നിമിഷം. അതാണോ ഒരു മനുഷ്യർ സെക്രട്ടറി ഒരു കാര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോവാണ്. തീരുമാനമെടുക്കുന്നു. നിങ്ങൾ സമയത്ത് ലൈസൻസ് കൊടുക്കാൻ ആത്മഹത്യ ചെയ്ത കേരളത്തിലെ മനുഷ്യന്മാര് പ്രവാസി അല്ല, അതൊരു സാഹചര്യം ഓർമ്മയില്ലേ? ഷാക്കിറിന്റെ വാദം നിങ്ങൾ തന്നെ തിരിഞ്ഞു വെച്ചു ഷാക്കിറെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ലൈസൻസ് നിഷേധിച്ചത് ഭരണസമിതിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ തീരുമാനമാണെന്ന്. അങ്ങനെയല്ലല്ലോ. മനുഷ്യരാവണം. ഈ CPM പോലെയുള്ള ഇത്തരം രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ സെക്രട്ടറിമാരെ തീരുമാനമെടുത്താണ് ഇവിടുത്തെ ആക്ഷേപം. മനുഷ്യത്വം വേണം. അതുകൊണ്ടാണല്ലോ തളിപ്പറമ്പിൽ അവർ തീരുമാനമെടുക്കുന്നത് സെക്രട്ടറിയാണെന്നാണ് ഇവിടുത്തെ ആക്ഷേപം. അതുകൊണ്ടാണല്ലോ തളിപ്പറമ്പിൽ തോറ്റത്. ശരി, ശരി. മറ്റു സ്ഥലത്ത് ജയിച്ചല്ലോ. ശരി. തളിപ്പറമ്പ് തോറ്റത് ഇവർക്ക് പണം കൊടുക്കണം. പണം കൊടുക്കണം. ശരി, CR നീലകണ്ഠൻ, ഇവിടെ UDF ഇത്രയും വലിയൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെ കൊണ്ട് സാധിക്കും. കാരണം ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പേരിലുള്ള നിയമ ഭേദഗതികൾ, പഞ്ചായത്തുകളുടെ അധികാരമെടുത്ത നിയമ ഭേദഗതികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തവരാണ് UDF. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അന്ന് KM ഷാജി ഉൾപ്പെടെയുള്ളവർ, ലീഗ് നേതാക്കൾ ഒന്നും മിണ്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. അന്ന് മൗനം പാലിച്ചവർക്ക് ഇന്ന് അതിനെപ്പറ്റി പറയാൻ അർഹതയുണ്ടാവും. ഒരു മിനിറ്റ് അനുവദിച്ചാൽ മതിയാവും. ഞാൻ വരാം, സുരേഷ് കുമാറിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ. അല്ല അതിലേ അല്ല ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം UDF LDF അനുവദിച്ചോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാറമടകളുടെ കാര്യത്തിൽ, മദ്യശാലകളുടെ കാര്യത്തിൽ, റിസോർട്ടുകളുടെ കാര്യത്തിൽ, അതുപോലെ നിയമലംഘനങ്ങൾ ഒരുപാട് നടത്തുന്ന കാര്യത്തിൽ പഞ്ചായത്തിനെ മറികടന്ന് സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാമെന്ന ഉത്തരവ് ആര് കൊണ്ടുവന്നാലും ആരംഗീകരിച്ചാലും അത് തെറ്റാണ് എന്ന് പറയേണ്ടി വരും. അത് ലൈഫിലായാലും വേറെന്തിലായാലും പഞ്ചായത്ത് കമ്മിറ്റിയെ മറികടന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാമെന്ന് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 10 കൊല്ലം ഡോക്ടർ തോമസ് ഐസക്കിന്റെ ശിഷ്യനായി നടന്ന് ജനകീയ ആസൂത്രണത്തിന് വേണ്ടി കേരളം മുഴുവൻ ഓടി നടന്ന ഒരാളാണ് ഞാൻ, ഒരുപാട് സ്ഥലങ്ങളിൽ. കാരണം അത് എനിക്കറിയാം. നേരത്തെ ഹാജിംസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ CPM ഭരിക്കുന്ന പഞ്ചായത്ത് പോലെ അതിനെ സപ്പോർട്ട് ചെയ്ത അനുഭവം എനിക്കുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ചില പഞ്ചായത്തുകളിൽ അതിനെതിരായിട്ട് വന്നതുണ്ട്, CPM ഭരിക്കുന്ന പഞ്ചായത്തുമുണ്ട്. അത് വ്യത്യാസമല്ല. പക്ഷേ കൂടുതൽ ആ ഘട്ടത്തിൽ പോലും പഞ്ചായത്തുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കുക, പഞ്ചായത്ത് കമ്മിറ്റി. ഇപ്പം ഞാൻ നേരത്തെ എലപ്പള്ളിയുടെ കാര്യം പറഞ്ഞതാണ്. 100 കണക്കിന് കേസ് ഞാൻ പറയാം. പാറമടകളുടെ കാര്യത്തിൽ, റിസോർട്ടുകളുടെ കാര്യത്തിൽ, ലൈഫ് മിഷന്റെ കാര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി സൂപ്പർ എക്സിക്യൂട്ടീവ് ആവുന്നത്, സൂപ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് ജനകീയ ആസൂത്രണത്തിനും അധികാര വികേന്ദ്രീകരണത്തിനും പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിനും 100% എതിരാണ്. അത് തിരുത്താൻ UDF തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ UDFിലോ LDFിലോ അന്നും ശ്രീ പിണറായി വിജയന്റെ സർക്കാർ അത് ചെയ്തപ്പോൾ എതിർത്ത ആളുകളാണ് നമ്മൾ. വേറൊന്നുകൊണ്ടല്ല, ഓരോ സ്ഥലത്തുള്ള പ്രശ്നം. ഇപ്പോൾ ഫ്രഷ് കട്ടിന്റെ കാര്യം പറഞ്ഞു. ഫ്രഷ് കട്ടിലും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനം എടുക്കും, പഞ്ചായത്ത് കമ്മിറ്റി വേറെ കാര്യം പറയും. അത് പാടില്ല. അത് എന്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയാലും അങ്ങനത്തെ പരിപാടി വേണ്ട. അതുകൊണ്ടാണ് ആനത്തലവട്ട ആനന്ദനെ പോലുള്ള സഖാവിന് അതിനെ എതിർക്കേണ്ടി വന്നത്. അതാണ് അത് രാഷ്ട്രീയ ചോദ്യമാണ്. അത് ലൈഫ് മിഷൻ വന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വന്നോ എന്നുള്ളതല്ല. അതിൽ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു, UDF എത്ര വരെ പോകും എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ശരി, സുരേഷ് കുമാർ, നമുക്ക് സമയം അവസാനിക്കാറായി പറയും. അല്ല, മറ്റൊന്നുമല്ല. ഈ UDFിന്റെ പ്രതിനിധി ആവർത്തിച്ച് LDFിന്റെ ഭരണമാകെ മോശമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളമായി കേരളത്തെ രൂപമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഭൂപരിഷ്കരണ ബില്ല് UDFിന് എന്തെങ്കിലും സംഭാവനയുണ്ടോ? വിദ്യാഭ്യാസ ബില്ല് UDFിന് എന്തെങ്കിലും സംഭാവനയുണ്ടോ? സാക്ഷരതാ പ്രവർത്തനം UDFിന് എന്തെങ്കിലും? അല്ല, അങ്ങനെയൊന്നും പറയല്ലേ. അതൊക്കെ തെറ്റാണ്. ഭൂപരിഷ്കരണ ബില്ല് പാസ്സാക്കുന്ന 1970 ജനുവരി 1-നാണ്. അല്ല, അത്തരം ക്ലെയിം അല്ല സുരേഷ് കുമാർ. ഇടതുപക്ഷം LDFിന്റെ ബ്രെയിൻ ചൈൽഡ് ആയിരുന്ന വികേന്ദ്രീകൃത ആസൂത്രണത്തെ ഇല്ലാതാക്കിയത് പിണറായി വിജയൻ എന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് എന്ന രാഷ്ട്രീയ വിമർശനമാണ് വരുന്നത്. ആ രാഷ്ട്രീയ വിമർശനത്തിന് പഴയ കാലത്തെ നേട്ടങ്ങളുടെ മറുപടി പോരാ. 2016 മുതൽ 26 വരെ എന്ത് നടന്നു, അത് എന്തുകൊണ്ട് നടന്നു എന്ന ചോദ്യത്തിന് മറുപടിയാണ്. അതാണ് രാഷ്ട്രീയമായ മറുപടി. നന്ദി ശ്രീ CR നീലകണ്ഠൻ, സുരേഷ് കുമാർ, CK ഷാക്കിർ ഇത്രയും സംസാരിച്ചതിന്.